ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഇതിനകത്ത് ചൈന ഇൻവോൾവ് ആകുന്നുണ്ട്. ചൈന ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഡോമിനേഷൻ കിട്ടിയിരിക്കുകയാണ്. ആ രീതിയിലുള്ള ഇൻവോൾവ്മെൻ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ സീരിയസ് ആയിട്ടാണ് വിഷയങ്ങൾ പോകുന്നത്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിന് താരിഫ് ഇട്ടതുമായിട്ട് ബന്ധപ്പെട്ട്, താരിഫ് മാത്രമല്ലല്ലോ, റെസിപ്രോക്കൽ താരിഫും കൂടിയുണ്ട്. അതിലുപരിയായിട്ടാണ് ട്രംപ് ഇപ്പോൾ ഒരു 50% താരിഫ് ഇട്ട് വെച്ചത്. അപ്പോൾ ഇതെല്ലാം യൂറോപ്യൻ യൂണിയൻ മറന്നു കളഞ്ഞിട്ട് മുന്നോട്ട് പോകും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ട്രംപ് വൈറ്റ് ഹൗസിൽ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, അല്ലാതെ ഒരു കാര്യങ്ങളും മുന്നോട്ട് നീങ്ങില്ല. അതായത് കമ്പനികൾ ഈ താരിഫൊക്കെ ഇടുന്നത് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് സാധനം മേടിക്കുകയും അല്ലെങ്കിൽ വൈറ്റ് ഹൗസിൽ നിന്ന് സാധനം എക്സ്പോർട്ട് ചെയ്യുകയല്ലോ. പല കമ്പനികൾ, ഗ്ലോബലിയുള്ള പല വിവിധ തരത്തിലുള്ള കമ്പനികളുമായിട്ടുള്ള ബന്ധങ്ങളിലേക്കാണ് ഈ ഒരു താരിഫ് പോയി തടസ്സം സൃഷ്ടിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കമ്പനികൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ട്രംപ് താരിഫുമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ചൈനയാണ് പുള്ളി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് തെറ്റി. കാര്യം ട്രംപിനെ മറികടന്നുകൊണ്ട് ചൈനയെങ്കിൽ ചൈന, കാനഡയെങ്കിൽ കാനഡ എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനികളെല്ലാം തന്നെ കൂട്ടത്തോടെ അമേരിക്ക വിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് പറഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ ലോസ് ഏഞ്ചൽസ്, കാലിഫോർണിയ, ന്യൂയോർക്ക് ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ കനത്ത അളവിൽ നടക്കുകയാണ്. ഇതൊക്കെ നമ്മൾ വാർത്തയിൽ പറയുമ്പം ചില അമേരിക്കൻ പ്രേമികളായിട്ടുള്ള ആൾക്കാർ, ചിലപ്പോൾ ചില അമേരിക്കയിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ അങ്ങനെ വലിയ തോതിലുള്ള ആക്രമണങ്ങളൊന്നും നടക്കുന്നില്ല, വെക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കമൻറ്റാണ്. നമ്മൾ വീഡിയോ ഫുട്ടേജ്, അതായത് അമേരിക്കയിൽ എയർ ചെയ്യുന്ന വാർത്തയുടെ ക്ലിപ്പ് ഉൾപ്പെടെ ചേർത്തിട്ട വീഡിയോയ്ക്ക് താഴെയാണ് ഇങ്ങനെയൊക്കെ വന്ന് കമൻറ്റ് ഇടുന്നത്. അപ്പോൾ ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള വാർത്തകൾ പറയുമ്പം അവരിലേക്ക് അമേരിക്കയിലുള്ള ആൾക്കാർക്ക് തന്നെ എത്തിയിട്ടില്ല ആ വാർത്ത. അതായത് ലോസ് ഏഞ്ചൽസിൽ നടക്കുന്നത് കാലിഫോർണിയയിൽ താമസിക്കുന്ന ആൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പെരുപ്പിച്ച് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പെരുപ്പിച്ചൊന്നും പറയുന്നില്ല, വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. അമേരിക്കയിലുള്ള ആ ലോസ് ഏഞ്ചൽസ് പുകയുന്നു എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ കണ്ടവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് അമേരിക്കയുടെ ഉള്ളിലെ സ്ഥിതിവിശേഷങ്ങൾ. ഇപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏതാണ്ട് ഒരു 30 മുതൽ 35 ബില്യൻ്റെ കച്ചവടം അമേരിക്കയ്ക്ക് അഥവാ ബോയിങ്ങിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് ആരാണ് ചെയ്യുന്നത് പറഞ്ഞാൽ റൈനെയർ എന്ന് പറഞ്ഞ കമ്പനി, ഒരു ഐറിഷ് കമ്പനിയാണ്. ഇവർ യൂറോപ്യൻ മേഖലകളിൽ മൊത്തം സർവീസ് നടത്തുന്ന ഒരു ലോ കോസ്റ്റ് എയർലൈനാണ് ഈ റൈനെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൈനെയർ എന്ന് പറഞ്ഞ കമ്പനി ബോയിങ്ങിലേക്ക് 30 to 35 ബില്യൻ്റെ ഓർഡറാണ് കൊടുത്തിരുന്നത്. ആ ഓർഡർ റദ്ദാക്കിയിരിക്കുകയാണ്. ആ ഓർഡർ റദ്ദാക്കിയതായിട്ട് ഒഫീഷ്യലി തന്നെ റൈനെയറിൻ്റെ CEO സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന ക്ഷീണം, അഥവാ ബോയിങ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, അമേരിക്കൻ ബ്രാൻഡ് കമ്പനിക്ക് ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. ഇത് വളരെ വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 7 മുതൽ 8 വർഷം എടുക്കും ഈ ഒരു 35 ബില്യണിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു പ്രോഫിറ്റിൻ്റെ ആ ഒരു നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് വേണ്ടി വരും. ഈ ശരിക്കും പറഞ്ഞാൽ ബോയിങ് എന്ന് പറയുന്നത് വലിയൊരു കമ്പനിയാണ്, വലിയൊരു പ്രസ്ഥാനമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഒരു ഓർഡറിൽ നിന്നും കിട്ടുന്ന റവന്യൂ ബേസ് ചെയ്തിട്ടാണ് ഞാൻ കാര്യം പറയുന്നത്. 737 മാക്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട കമേഴ്ഷ്യൽ ഫ്ലീറ്റിൽ ഏതാണ്ട് 4000 ഓർഡേഴ്സ് ഇനി ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനുണ്ട്. മീൻസ് പെൻഡിങ്ങിലിരിക്കുകയാണ്, ലൈൻഡ് അപ്പ് ആണ്. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ബോയിങ് സ്ഥാപനത്തിന് ഒരു 35 ബില്യൻ്റെ ഓർഡർ നഷ്ടപ്പെടുന്നത് ഒരു വൻ നഷ്ടം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഓർഡർ ക്യാൻസൽ ചെയ്യുന്നത് കമ്പനിയുടെ CEO ആയിട്ടുള്ള മിഖേൽ ഓലാരി തന്നെ വളരെ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് മിഖേൽ ഓലാരി US കോൺഗ്രസ്മാനുമായിട്ട് ഒരു കൺഫണ്ടേഷൻ ഉണ്ടായിരുന്നു. അതിൽ ഈ ഒരു ബോയിങ്ങിൻ്റെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അവർ പ്ലേസ് ചെയ്തിരിക്കുന്ന ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിങ്ങനെ തുടരെ ഇങ്ങനെ ഇമ്പോസ് ചെയ്യുന്ന താരിഫ് ഇത് ഞങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു കൺസേൺ ആണ് പുള്ളി രേഖപ്പെടുത്തിയത്. പക്ഷെ അതിന് തക്കതായിട്ടുള്ള മറുപടിയൊന്നും അമേരിക്കൻ സെനറ്ററിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആ ലോ മേക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്നും കിട്ടിയില്ല. അപ്പോൾ ഇത് കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ രീതിയിലുള്ള വൻകിട ഓർഡറുകൾ US നിന്ന് മാറിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതായത് ഈ ഒരു താരിഫ് മൂലം ഉണ്ടാകുന്ന അൺസർട്ടനിറ്റി നിങ്ങൾ നോക്കൂ. ട്രംപ് ഭരണത്തിൽ വരുന്നതിന് മുമ്പേ ഈ താരിഫിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ വിരുദ്ധത സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ട്. ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം ഫെബ്രുവരി മാർച്ച് 2 മാസവും ഈ താരിഫ് കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ, അതായത് ചില ഐസൊലേറ്റഡ് ആയിട്ടുള്ള താരിഫുകളൊക്കെ പുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒഫീഷ്യലായിട്ട് ഏപ്രിൽ മാസമാണ്, ഏപ്രിൽ 2-ാം തീയതി ഒരു താരിഫ് പ്രഖ്യാപിക്കുകയാണ്. ആ ഏപ്രിൽ 2 തൊട്ട് ഇതുവരെ ഈ മൊമെന്റ് വരെ മാർക്കറ്റ് സ്റ്റേബിൾ ആയിട്ടില്ല. ഇപ്പോഴും അൺസർട്ടനിറ്റിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് താരിഫ് കൂട്ടുക, കുറയ്ക്കുക, പിന്നെ ഇടയിൽ കൊണ്ട് നിർത്തുക, ഈ പരിപാടികൾ പലതും ചെയ്യുന്നുണ്ട്. ഒരു താരിഫ് ഇട്ടു എന്നാൽ പിന്നെ അത് സ്റ്റേബിളാക്കി അങ്ങ് വെച്ചു എന്നില്ല. അതായത് അവിടെ അമേരിക്കയുടെ ഉള്ളിൽ ഈ ഒരു താരിഫ് മൂലം ഉണ്ടാകുന്ന ചില പ്രതിഷേധങ്ങൾ ഇതെല്ലാം തന്നെ കേട്ടിട്ട് ബിസിനസ്മാൻമാർ ഡയറക്റ്റ്ലി വന്ന് ട്രംപിൻ്റെ അടുത്ത് സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് മുൻഗണന എടുത്ത് സംസാരിച്ചത്.
ഡീപ്പ് ഡിസ്കഷനിൽ ട്രംപിന് മനസ്സിലായി ഈ താരിഫ് ഇട്ടത് ഒരു പൊട്ടത്തരമാണെന്ന്. എന്നിട്ട് ട്രംപ് പറഞ്ഞു കൊടുത്തത് നിങ്ങളിത് സഹിക്കണം. അതായത് ഓണേഴ്സ്, ഈ ഒരു ബിസിനസ് ഓണേഴ്സ് ഈ ഒരു താരിഫിന്റെ നഷ്ടം സഹിക്കണം. അത് എൻഡ് യൂസർ ആയിട്ടുള്ള ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. ഇങ്ങനെയുള്ള ചില പൊളിറ്റിക്കൽ സ്റ്റണ്ട് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചാൽ എന്താണ് കുഴപ്പം? ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭാവിയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ദോഷം ചെയ്യും. അടുത്ത ഇലക്ഷനിൽ ഉറപ്പായിട്ട് ജനങ്ങൾ മാറ്റിക്കുത്തും. ജനങ്ങളുടെ പോക്കറ്റിൽ കൈവെക്കുന്ന ഒരു സർക്കാരിനെയും പിന്നെ ജനങ്ങൾ അങ്ങ് വാഴിക്കില്ല. അത് നല്ല തിരിച്ചറിവ് ബോധമുണ്ട് ട്രംപിന്. അതുകൊണ്ടാണ് പറയുന്നത് കൊക്കക്കോള ആയാലും നിങ്ങൾ എൻഡ് യൂസറിന് നിങ്ങൾ ടാക്സ് ഇട്ട് കൊടുക്കരുത്. പിന്നെ ഈ ടാക്സ് ആര് കൊടുക്കും? അതുപോലെ തന്നെ വരുന്ന കമ്പനികൾക്കെല്ലാം ഈ ഒരു നെഗോസിയേഷനിൽ പുള്ളി സംസാരിക്കുന്ന വിഷയം ഇതാണ്. 2-3 വർഷത്തേക്ക് നിങ്ങളൊന്ന് സഹിക്കൂ. ഇത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അതാ ട്രംപിന് മാത്രമാണോ അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ആവേണ്ടത്? വേറെ ആർക്കും അമേരിക്ക ഗ്രേറ്റ് ആവണ്ടേ? എല്ലാവർക്കും ഈ ചിന്തയൊക്കെ ഉണ്ട്. അവരവരുടെ രാജ്യം നല്ലതാവണം എന്നുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ട്രംപിന് മാത്രമാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വാചകം പറഞ്ഞതുകൊണ്ട് അതാവുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ രൂപീകരിക്കേണ്ടതുണ്ടായിരുന്നു. അത് ട്രംപ് ചെയ്തിട്ടില്ല. വട്ടപൂജ്യത്തിൽ നിന്നുകൊണ്ടാണ് താരിഫ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു 2 പേജെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഈ താരിഫ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും, ബാക്ക് ഫയർ എന്നുള്ളത്? ഒരു കാര്യം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ പോസിറ്റീവ്സ് അഥവാ അതിന്റെ അഡ്വാൻറ്റേജസ്, പിന്നെ അതിന്റെ നെഗറ്റീവ് അഥവാ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്, ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ നമുക്കറിയത്തില്ല. ഈ ഒരു താരിഫ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ശൈലി നോക്കിക്കഴിഞ്ഞാൽ, ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ, ട്രംപും ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനും വെറും പൊങ്ങച്ചത്തിന് മാത്രം നിന്ന് കൊടുത്തിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു രീതിയിലുള്ള ഡീപ്പ് സ്റ്റഡിയും നടത്താതെയാണ് ഈ താരിഫ് ഇംപ്ലിമെന്റ് ചെയ്ത് ഈ അബദ്ധത്തിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റൈനെയർ എന്ന് പറഞ്ഞ കമ്പനി 35 ബില്യന്റെ ഓർഡർ വളരെ നിസ്സാരത്തിൽ ക്യാൻസൽ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കമ്പനി എവിടെയാണ് പോകുന്നത്? ഈ കമ്പനി പോകുന്നത് ചൈനയുടെ അടുത്താണ് പോകുന്നത്. അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ചൈനീസ് എയർക്രാഫ്റ്റിന് ഇതിനേക്കാളും വില കുറവാണ്. അതേപോലെ ബോയിങ് 737 മാക്സുമായിട്ടും എയർബസ് 320 എയർബസ് നിയോ 320 കോമ്പീറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ചൈനീസ് എയർക്രാഫ്റ്റ് ഉണ്ട്. അതിലേക്ക് ഞങ്ങൾ പോവും എന്നാണ് മിഖേൽ ഒ ലാരി സൂചിപ്പിച്ചത്. ഈ സൂചന കൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? ചൈനയുടെ കോമാക് 919 എന്ന് പറഞ്ഞ ആ ഒരു കമേഴ്ഷ്യൽ ഫ്ലൈറ്റ് ആണ് റൈനെയർ കമ്പനി ചൂസ് ചെയ്തിരിക്കുന്നത്. പ്രൈമറി ഡിസ്കഷൻസ് മുന്നോട്ട് പോവാണ്. ഇനി ഇനി ഈ ബോയിങ് കമ്പനി ഈ റൈനെയറിനെ വിളിച്ച് നല്ല രീതിയിൽ നെഗോസിയേഷൻ ചെയ്യണം. നെഗോസിയേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കൈവിട്ടു പോകുന്നതിലല്ല പ്രശ്നം. ഇപ്പൊ ബോയിങ്ങിന് കുറച്ച് നഷ്ടമുണ്ടാകുന്നു, അമേരിക്കയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ താരിഫിന്റെ ഇമ്പാക്ട് മൂലമാണ് അവർ നഷ്ടമുണ്ടാകുന്നത് എന്നുള്ള ഒരു കണക്ഷനിലൊക്കെ ഉപരിയായിട്ട് ചൈനയുടെ എയർക്രാഫ്റ്റ് കോമൺ മാർക്കറ്റിൽ യൂറോപ്പ് മൊത്തം കറങ്ങി തിരിഞ്ഞ് നടക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. ചൈനീസ് കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് ആയിട്ടുള്ള കോമാക് C919 എന്ന് പറയുന്നത് വളരെ ചീപ്പാണ്, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. റൈനെയർ എന്ന് പറഞ്ഞ കമ്പനിക്ക് വളരെ സ്യൂട്ടബിൾ ആണ്. അവർക്ക് ഒരു കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. ഇനി അവിടുത്തെ പൈലറ്റും പിന്നെ അവിടുത്തെ കോ പൈലറ്റുമാർ ഇവരെയൊക്കെ തന്നെ ഇനി ഒന്നുകൂടെ ട്രെയിനിങ് ചെയ്യണം. കാരണം ചൈനീസ് മാനുഫാക്ചറിങ് ആ ഒരു കമേഴ്ഷ്യൽ ഫൈറ്റർ ജെറ്റും ഇപ്പൊ ഇത്രയും നാളും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ബോയിങ്ങുമായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസത്തിൽ ഈ ട്രെയിനിങ് ഒക്കെ ഒന്നുകൂടെ റീഷെഡ്യൂൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ആ രീതിയിൽ കുറച്ച് ഫാക്കൽറ്റി ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്പെൻസസ് ആവും. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കോമാക് C919 എന്ന് പറഞ്ഞ ഈ ഒരു ചൈനീസ് എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അങ്ങനത്തെ കുറച്ച് അഡീഷണൽ എക്സ്പെൻസസ് ഒക്കെ വരും. അതായത് ഈ ഐറിഷ് എയർലൈൻസ് എന്ന് പറഞ്ഞ റൈനെയർ കമ്പനി വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് കാല് പിടിച്ചാലും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് അവർ ഇതിനെ വെട്ടിമുറിച്ച് മാറ്റിയിട്ട് വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി അമേരിക്ക തീർച്ചയായിട്ടും ബോയിങ് കമ്പനിയെ വെച്ച് റൈനെയറിന്റെ കാലിൽ വീണ് നെഗോഷിയേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തള്ളിയിരിക്കുകയാണ്. കാരണം അത്രമാത്രം ടഫ് നെഗോസിയേഷൻ കൊടുത്തിട്ടാണ് റൈനെയർ കമ്പനി അമേരിക്കയ്ക്ക് ടാറ്റ പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം കാരണം ട്രംപിന്റെ ഈ ഒരു താരിഫ് നയമാണെന്നുള്ളത് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇനി ഈ ഒരു റൈനെയർ കമ്പനിയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് വേറൊരു ഭീമൻ ഇറങ്ങിയിട്ടുണ്ട്. അതായത് എനർജി സപ്ലൈ. യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും മേടിച്ചുകൊണ്ടിരിക്കുന്ന എനർജി കാനഡയിൽ നിന്ന് മേടിക്കാനുള്ള ആ ഒരു പ്ലാൻ, അതാണ് പുതിയ പദ്ധതി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ട്രംപിന് ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഞാൻ പറയുന്നതൊക്കെ വളരെ ഡീപ്പ് റൂട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കൊണ്ടുവരുന്ന വാർത്തകളാണ്. പ്രൈവറ്റ് ഫേമുകളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോർഡ് മീറ്റിങ്ങിൽ ഡിസ്കസ് ആവുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ജേർണൽസിൽ വരുന്ന വാർത്തകളാണ്. അപ്പോൾ അതായത് ഇതൊക്കെ തീർച്ചയായിട്ടും ട്രംപിന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ടാവും. ഇന്ന കമ്പനികൾ ഈ രീതിയിലുള്ള മാറ്റങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതേപോലെ യൂറോപ്യൻ, കാരണം ഇതൊന്നും വൈറ്റ് ഹൗസിന്റെ നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ ഇൻഡിപെൻഡന്റ് ബോഡീസ് ആണ് കമ്പനികൾ. അവരവരുടെ താല്പര്യത്തിൽ മുന്നോട്ട് പോകും. ഇപ്പൊ ഈ റൈനെയർ എന്ന് പറഞ്ഞ കമ്പനി തന്നെ ചൈനയുമായിട്ട് ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈസ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, യൂറോപ്യൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി.
ഇവര് ഇപ്പം തീർച്ചയായും ഇവര് ചൈനയുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇവർ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്, അതായത് ഈ കോമാക് C919 എന്ന് പറഞ്ഞ ആ ഒരു എയർക്രാഫ്റ്റ് കാരിയറിന് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എയർക്രാഫ്റ്റ് പോളിസി അനുസരിച്ചുള്ള ഒരു കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റിന്റെ ആ ഒരു പോളിസിയിൽ അത് ഇതുവരെ ടെസ്റ്റിന് പോയിട്ടുമില്ല, അവരതിന് അംഗീകാരം കൊടുത്തിട്ടുമില്ല. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇതിനിപ്പോൾ അംഗീകാരം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഈസ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. ഈ ചൈനീസ് എയർക്രാഫ്റ്റിനെ എങ്ങനെയെങ്കിലും യൂറോപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ചൈന ഏത് രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റിക്കും തയ്യാറായിട്ട് ഈ ഒരു ഓർഡർ, റൈനറിന്റെ ഈ ഒരു ഓർഡർ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. യൂറോപ്യൻ യൂണിയനിൽ അഥവാ യൂറോപ്യൻ മേഖലയിൽ അമേരിക്കൻ ഏവിയേഷൻസിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ 40% ആണ്. എന്നിട്ടാണ് ഈ ഒരു അവസ്ഥ. റൈനർ മാത്രമാണോ ഇപ്പൊ ഈ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇല്ല. ലുഫ്താൻസ പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഫ്രാൻസിന്റെ എയർ ഫ്രാൻസ് ഈ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഈസി ജെറ്റ് ഇതേ സെയിം അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി നിലനിന്ന് പോകുന്നത്. RWE എന്ന് പറഞ്ഞ ഒരു ഭീമൻ കമ്പനി, ഇത് എനർജി സപ്ലൈ കമ്പനിയാണ്. അമേരിക്കയുടെ ഉള്ളിൽ ഇവർക്കുള്ള വിൻഡ് മിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിൻഡ് ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള എനർജിയാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2030 50 ഗിഗാവാട്ട് ഉൽപാദന ശേഷിയുള്ള ഒരു കമ്പനി ആയിട്ട് ഇത് മാറും, എനർജി കമ്പനി ആയിട്ട് ഇത് മാറും. ആ രീതിയിലാണ് ഇവരുടെ മുന്നോട്ട് പോക്ക്. അതായത് ന്യൂയോർക്ക്, ലൂസിയാന, കാലിഫോർണിയ ഈ സ്ഥലങ്ങളിലെല്ലാം ഇവർക്ക് നല്ല രീതിയിലുള്ള ഈ വിൻഡ് ഫാം ഉണ്ട്, അതേപോലെ സോളാർ എനർജി സെന്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇവർ നല്ല രീതിയിൽ എനർജി മാസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇതേപോലെ എനർജി സപ്ലൈ നടത്തുന്ന ഒരു നല്ല കമ്പനിയാണ്. ഈ കമ്പനിക്ക് ജർമ്മനിയിൽ പ്ലാന്റ് ഉണ്ട്. അതേപോലെ വോക്സ് വാഗൺ എന്ന് പറഞ്ഞ കമ്പനി കാനഡയ്ക്കുള്ളിൽ പുതിയ പ്ലാന്റിന് തുടക്കം കുറിക്കുകയാണ്. അപ്പൊ ഈ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഈ വോക്സ് വാഗൺ കമ്പനിയൊക്കെ പുതിയ പ്ലാന്റ് കാനഡയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 3500-4000 പേർക്ക് ഡയറക്റ്റ് ആയിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടും. ട്രംപ് കാണിക്കുന്ന പരിപാടികൾ എന്ന് പറഞ്ഞാൽ, ട്രംപ് കാനഡയെ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് ചേർക്കുക, പിന്നെ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറഞ്ഞ സ്ഥലം ഗൾഫ് ഓഫ് അമേരിക്ക എന്നൊക്കെ പേര് മാറ്റുക, അതുപോലെ ഗ്രീൻലാൻഡ് എനിക്ക് വേണമെന്ന് പറയുക, ഇങ്ങനത്തെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും നടക്കുന്നില്ല. കാരണം ഈ ഒരു പ്രഖ്യാപിച്ച ട്രംപ് താരിഫിൽ തന്നെ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത്. കാരണം താരിഫ് ഇട്ടിട്ട് ഇപ്പൊ തന്നെ 2 മാസമായി. ഒരു രീതിയിലും ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഒരു രീതിയിലുമുള്ള ഡെഫിസിറ്റ് നികത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കഴിഞ്ഞ 2 മാസം കൊണ്ട് ഏത് രീതിയിലുള്ള ഡെഫിസിറ്റ്, ഏത് രാജ്യവുമായിട്ടുള്ള ഡെഫിസിറ്റ് ആണ് ട്രംപ് നികത്തിയത്? എന്തെങ്കിലും നികത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും റിപ്പോർട്ട്? നമുക്കിനിപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഒരു താരിഫ് കൊണ്ട് എന്താണ് നേട്ടം ഉണ്ടായെന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും നേട്ടം ഒന്നും തന്നെ ഉണ്ടാവാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. കമ്പനികൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ എക്സാമ്പിളുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ RWE എന്നൊക്കെ പറഞ്ഞ കമ്പനിയൊക്കെ പോയി കഴിഞ്ഞാൽ, അമേരിക്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പറയാം. അതായത് അർജന്റീനയ്ക്ക് ലോണൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അർജന്റീന, ബ്രസീൽ, ഇന്ത്യ ഈ 3 രാജ്യങ്ങൾ തന്നെ അമേരിക്കയുമായിട്ട് ഒരു ചെറിയ ഡിസ്റ്റൻസ്, ഈ ഒരു താരിഫ് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം അമേരിക്കയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് അങ്ങോട്ട് കൂടുതൽ കച്ചവടത്തിന് പോകണ്ട എന്നുള്ളതാണ്. അതായത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വേണമെങ്കിൽ അവർ മേടിച്ചോട്ടെ. പരമാവധി ഇന്ത്യക്ക് വേണ്ട സാധനങ്ങൾ ഇന്ത്യ വിവിധ തരത്തിലുള്ള മാർക്കറ്റുകളിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് ഇന്ത്യ മാത്രമല്ല, പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് അർജന്റീന ലീഡിങ് ഗ്രോത്ത് കാഴ്ചവെക്കുന്ന ഒരു രാജ്യമാണ് അർജന്റീന. അപ്പൊ ആ ഒരു അർജന്റീന, ബ്രസീലും അതേപോലെ ഗ്രോയിങ് സ്റ്റേച്ചറിലിരിക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ ഇന്ത്യയും അതുപോലെ ഗ്രോയിങ് GDP തന്നെയാണ്. അപ്പൊ ഈ രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയിൽ നിന്നും ഇറക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് അത് ഡൈവേഴ്സിഫൈ ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിൽ എവിടെയെങ്കിലും സോഴ്സ് ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് അവിടെ നിന്ന് ഇറക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. അമേരിക്കയ്ക്ക് എന്താണ് വേണ്ടത് അവർ ഓർഡർ ചെയ്തെടുത്തോട്ടെ, അല്ലെങ്കിൽ അവരും ഇതേപോലെ ലോകത്ത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് മേടിച്ചോട്ടെ. ആ രീതിയിൽ തന്നെ ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ, പുറത്ത് പറയാതെ തന്നെ അർജന്റീന, ഇന്ത്യ, ബ്രസീൽ ഈ 3 രാജ്യങ്ങളും ഈ പരിപാടി ചെയ്യുന്നുണ്ട്. ചൈന ഓൾറെഡി തന്നെ പുറത്താണെന്ന് വെച്ചോ. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം ചെറുതല്ല. ഈ RWE എന്ന് പറഞ്ഞ കമ്പനിയുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ 40 ബില്യൺ ആണ്. ഈ 40 ബില്യൺ റവന്യൂ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. റൈനയർ ചൈനയുടെ സൈഡിൽ പോയതുപോലെ ജർമ്മനി കാനഡയുടെ സൈഡിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് ഏത് കമ്പനിയുമായിട്ടെന്ന് ഇതുവരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. എന്തായാലും RWE എന്ന് പറഞ്ഞ കമ്പനിയുടെ കോൺട്രാക്ട് വൈകാതെ തന്നെ ക്യാൻസൽ ആകും ജർമ്മനിയിൽ നിന്ന്. അതായത് ട്രംപ് ഇതേ നിലപാട് തുടരുകയാണെന്നുണ്ടെങ്കിൽ. അതിനകത്ത് ഈ RWE എന്ന് പറഞ്ഞ കമ്പനി മൊത്തത്തിൽ യൂറോപ്പിൽ നിന്ന് മാറുന്നെങ്കിൽ, ഇപ്പൊ RWEക്ക് USA-യിൽ തന്നെ അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, USA-യിലുള്ള സപ്ലൈ എന്തായാലും പോകത്തില്ല എന്ന് വെച്ചോ. പക്ഷെ അത് നേരെ മറിച്ച് നോക്കി കഴിഞ്ഞാൽ UK, നെതർലാൻഡ്, സ്പെയിൻ, ജർമ്മനി, പോളണ്ട് ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഉപേക്ഷിക്കും. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ RWE എന്ന് പറഞ്ഞ ഒരു കമ്പനി $40 ബില്യൺ റവന്യൂ ഉണ്ടാക്കുന്ന ഒരു കമ്പനി, ഇനി ഈ രാജ്യങ്ങളിൽ നിന്നും അതിന് റവന്യൂ കിട്ടില്ല എന്നുള്ള ഒരു ദയനീയ അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ RWE കമ്പനിക്ക് മേലിൽ ഇതിനു മുമ്പ് ഇവർ ഒരുപാട് ലിഗ്നൈറ്റ്, അതുപോലെ തന്നെ
ഈ കോൾ, പ്യൂർ കോൾ കത്തിച്ച് ഇവർ ഒരുപാട് കാർബൺ എമിഷൻ ഉണ്ടാക്കിക്കൊണ്ടാണ് എനർജി ഉണ്ടാക്കുന്നതെന്നുള്ള ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഒരു എക്കോ ഫ്രണ്ട്ലി പ്ലാന്റ് ശരിക്കും ഈ RWE ജർമ്മനിക്കുള്ളിൽ സ്ഥാപിച്ചത്. പിന്നീടാണ് കമ്പനി എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കൂടുതൽ എമർജ് ആവാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് വിൻഡ് ഫാംസും ഈ സോളാർ എനർജിയൊക്കെ വെച്ച് പിടിപ്പിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ ഒരു റിന്യൂവബിൾ എനർജി അഥവാ ക്ലീൻ എനർജി എന്നുള്ള നിലയിൽ 2030 50 ഗിഗാവാട്ട് ഉൽപാദന ശേഷിയുള്ള ഒരു കമ്പനിയായിട്ട് മാറണം എന്നുള്ള രീതിയിൽ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ തിരിച്ചടികളൊക്കെ വരുന്നത്. 2030 കാർബൺ എമിഷൻ നെറ്റ് സീറോ ആക്കുമെന്നാണ് ഈ RWE എന്ന് പറഞ്ഞ കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഉടനെ ആക്കും. ഇനിയിപ്പോൾ ഉടനെ നെറ്റ് സീറോ ആക്കാൻ പറ്റും. ഈ യൂറോപ്യൻ കൺട്രീസിന് വേറെ ഓപ്ഷൻ ഉണ്ട്. അത് കാനഡ തന്നെ എടുക്കണമെന്നില്ല. ചൈനയിൽ മാസീവായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ചൈനയിൽ ഏതാണ്ട് 10 മുതൽ 16 സ്ഥാനങ്ങളിൽ പെടുന്ന വലിയ തോതിലുള്ള ഇതേപോലത്തെ വിൻഡ് മിൽ ഫാമിങ്ങും ഈ സോളാർ എനർജി പ്ലാന്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈന തീർച്ചയായിട്ടും ഈ മേഖലയിലും കൂടി കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് താരിഫ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ചൈനയെ ഒതുക്കണം മെരുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപിന് കിട്ടുന്ന തിരിച്ചടി എന്ന് പറഞ്ഞാൽ, ചൈനയെ മറ്റുള്ള രാജ്യങ്ങൾ, ഇതുവരെ അമേരിക്കയോടൊപ്പം നിന്നിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ വരെ പിണക്കിയപ്പോഴത്തേക്കും അവർ വരെ ഇപ്പം അമേരിക്കയെ തിരിഞ്ഞു കൊത്തിക്കൊണ്ട് ചൈനയോടൊപ്പം ചേർന്ന് പോകാനുള്ള നിലപാടെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്കൻ സുഹൃത്ത് രാജ്യങ്ങളെ വരെ തള്ളിവിട്ടിരിക്കുകയാണ് ട്രംപ്. അതാണ് അവസ്ഥ. ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.